അടിവേരുകളാകുലം തേടുന്നത് ഇളം പൈതലിൻ ഇളനാവ് പരതുന്നത് പെരിയദാഹം പുറാതുഴി തന്നൂഷര ഹൃദയം കൊതിപ്പത് അടിവേരുകളാകുലം തേടുന്നത് ഇളം പൈതലിൻ ഇളനാവ് പരതുന്നത് പെരിയദാഹം പോരാതൊഴി തന്നൂഷര ഹൃദയം കൊതിപ്പത് എന്നിൽ നീ അനുമാത്ര തിരയുന്നത് എനിക്കായൊരിക്കലും നീ ചുരത്താത്തത് നമ്മിൽ നിന്നെപ്പോഴോ ചോർന്നന്യമാകയാൽ പങ്കുവയ്ക്കാനിനി ബാക്കിയില്ലാത്തത്. കവിതയിൽ ജീവിക്കുന്ന, കവിതയുടെ ഊർജം അന്വേഷിക്കുന്ന കവികൾക്കും കവിയത്രികൾക്കും നല്ല വാർത്ത.comന്റെ ചങ്ങാത്തത്തിലേക്ക് സ്വാഗതം. പുരുഷാർത്ഥങ്ങളെല്ലാം കവിതയായി കരുതിയ, ജീവിതവും സ്വപ്നവും കവിതയാക്കി മാറ്റിയ ജയശ്രീ പള്ളിക്കൽ എന്ന കവിയത്രിയെ നല്ല വാർത്ത.com നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ ആതിര. നല്ല വാർത്ത.com അല്ലേ? ഞാൻ ജയശ്രീ പള്ളിക്കൽ. ഇത് ഹസ്ബൻഡാണ്, രാജേന്ദ്രൻ നായർ. മാളു, ഇത് മകളാണ്, മാളവിക. വരും, ഇരിക്കും. ടീച്ചർ കവയിത്രിയാണ്, കഥാകാരിയുമാണ്. ടീച്ചർ നന്നായിട്ട് കവിത ചൊല്ലുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചർ എഴുതിയ നനവ് എന്ന കവിത ഞാൻ കേട്ടപ്പോഴാണ്. 4 വരി ചൊല്ലാമോ? അടിവേരുകളാകുലം തേടുന്നത് ഇളം പൈതലിൻ ഇളനാവു പരതുന്നത് പെരിയദാഹം പൊറാതൊഴി തന്നൂഷര ഹൃദയം കൊതിപ്പത് എന്നിൽ നീ അനുമാത്ര തിരയുന്നത് എനിക്കായൊരിക്കലും നീ ചുരത്താത്തത് നമ്മിൽ നിന്നെപ്പോഴോ ചോർന്നന്യമാകയാൽ പങ്കുവയ്ക്കാനിനി ബാക്കിയില്ലാത്തത് ദുരമുത്തുപായും പ്രയാണത്തിലറിയാതെ അറിയാതെ എന്ന ഭാവത്തിൽ തുലച്ചത് ദുരിതവിധിയോട് പടവെട്ടുമനുജത്തി തൻ മിഴിമുനയിൽ നിന്നുമെന്നേക്കും മറഞ്ഞത്. മകൾ കവിത എഴുതാറുണ്ടോ? കവിത എഴുതാറുണ്ട്, അതിലും നന്നായി കവിത ചൊല്ലും. ഒരു കവിത ചൊല്ലാവോ? അമ്മ എഴുതിയൊരു കവിത ചൊല്ലാം. എനിക്കു ഞാൻ സുഹൃത്തുടഞ്ഞ വാക്കിൻ്റെ കനത്ത ചില്ലിലിൻ സ്മൃതികൾ കോർക്കവേ വെളുത്ത പ്രാവു പോലടുത്തണഞ്ഞെൻ്റെ കഴുത്തിൽ കൊക്കു ചേർത്തിരിക്കുമാർദ്രത. എനിക്കു ഞാൻ ഗുരു തനിച്ചു വാഴ്വിൻ്റെ നരച്ച രാത്രിയിൽ തരിച്ചു നിൽക്കവേ തുണയ്ക്കുവാൻ കരം പിടിച്ചു നേർപഥം തെളിച്ചു ശാസിക്കും അതിയുദാരത. എനിക്കു ഞാൻ ന്യായാധിപനൻ ചെയ്തികൾ കണക്കുകൂട്ടിയും അളന്നു തൂക്കിയും വിലയിരുത്തിയും അതീവ കൃത്യമായി വിധിക്കുമെന്നിലെ ഉദാത്ത ധീരത. കലികാല തിന്മകൾക്ക് നേരെ ശക്തമായി പ്രതികരിക്കുന്ന സ്ത്രൈണ ചേതനയുടെ കരുത്തുറ്റ വൈഖരിയാണ് ജയശ്രീ പള്ളിക്കലിന്റെ കവിതകൾ. ഇത് വായനക്കാരനെ ആത്മപരിശോധനയിലേക്ക് നയിക്കുന്ന കാലത്തിന്റെ സാക്ഷ്യപത്രം. എൻ്റെ ബുദ്ധൻ തടവിലാണ് എന്ന കവിതയിൽ ടീച്ചർ പറയുന്നുണ്ട്, ക്ഷാത്ര തേജസ്സിലൻ രജോഗുണ ഭാവമുജ്ജലമാകയാരോ തെളിക്കുന്നുള്ളിൽ നേരം ഏറെയായി നീ പട നയിക്കേണം. കലിയുഗത്തിൽ ഒരു പടപ്പുറപ്പടനായി ഒരുങ്ങി നിൽക്കുന്ന കവിയത്രിക്ക്
ഈ ഊർജം പകർന്നു ലഭിച്ചത് എവിടെ നിന്നായിരിക്കാം? പടപ്പുറപ്പാടിനൊരുങ്ങുന്നത് കവയത്രിയല്ല, ബുദ്ധൻ്റെ കണ്ണുകൾ ലഭിച്ച വർത്തമാനകാല മനുഷ്യനാണ്. ബുദ്ധനെ നമ്മൾ സാത്വിക ഗുണസമ്പന്നനായിട്ടാണ് ശ്രീബുദ്ധനെ നമ്മൾ പരിചയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സമീപകാലത്തെ തമോ ഗുണപ്രേരിതമായ ചില പ്രവണതകൾ കണ്ടിട്ട് ബുദ്ധൻ്റെ ഈ കണ്ണുകളിൽ സാത്വിക ഭാവത്തിന് പകരം രജോ ഗുണഭാവം പകരുകയാണ്. ഈ രജോ ഗുണഭാവം അനുചരനിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരനുഭവം അയാൾ പറയുന്നുണ്ട്. തെല്ലുമറിയാതെൻ്റെ കയ്യുകൾ താണുടവാളു തേടുന്നു. അപ്പോൾ ക്ഷമയറ്റ ബുദ്ധൻ്റെ ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകളിലെ ആ പ്രതിഷേധാഗ്നി അല്ലെങ്കിൽ പ്രതിരോധ അഗ്നിയാണ് ആനുകാലിക മനുഷ്യന് പടപ്പുറപ്പാടിനുള്ള ഊർജമായി പരിണമിക്കുന്നത്. എന്റെ ബുദ്ധൻ കൊടും തമസിൽ കൊടിയ ശൈത്യ കെടുതിയിൽ പെരിയ ദുരിത പെരുമയിൽ. എന്റെ ബുദ്ധൻ കൊടും തമസിൽ കൊടിയ ശൈത്യ കെടുതിയിൽ പെരിയ ദുരിത പെരുമയിൽ. ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകളോടെ ബന്ധിത പാദപാണികളോടെ തപസ്സിൽ താണു തളർന്നു പോമൊരു താമരപ്പൂ പോലെ. എന്റെ ബുദ്ധൻ കൊടും തമസിൽ കൊടിയ ശൈത്യ കെടുതിയിൽ പെരിയ ദുരിത പെരുമയിൽ. ഇരുവശത്തുണ്ടുഗ്രശാസനർ ശസ്ത്രപാണികൾ ദൃഷ്ടിയിൽ ചുടുബോംബുതിർപ്പവർ. ദന്തദംശന മർമ്മരത്താൽ കാതടപ്പവർ കോട്ടവാതിലു കാക്കുവോർ. തടവിലാണിഹ സർവസുഖവും വെടിഞ്ഞു ലോകസുഖത്തിനായരിയ മോക്ഷപഥം തെളിച്ചൊരു ഗൗതമൻ ഇക്കോട്ടയിൽ. എന്റെ ബുദ്ധൻ കൊടും തമസ്സിൽ കൊടിയ ശൈത്യ കെടുതിയിൽ പെരിയ ദുരിത പെരുമയിൽ. എന്റെ ബുദ്ധൻ കൊടും തമസ്സിൽ കൊടിയ ശൈത്യ കെടുതിയിൽ പെരിയ ദുരിത പെരുമയിൽ. കവയിത്രി എന്ന വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിരവധി ഘടകങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് സമ്പന്നമായി കിട്ടിയ ഏകാന്തത, അത് പുസ്തകങ്ങളുടെ ലോകത്താണ് കൊണ്ടെത്തിച്ചത്. എൻ്റെ അച്ഛന് നല്ലൊരു പുസ്തക ശേഖരമുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ വായന ഒരു ഹരമായി തീർന്നു. പിന്നെ മാതൃഗ്രാമവും പിതൃഗ്രാമവും സമ്മാനിച്ച ഭാവനാദീപ്തങ്ങളായ കുറേ ദൃശ്യചാരുതകൾ, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങളിൽ നിന്ന് കുട്ടിക്കാലത്ത് പകർന്നു കിട്ടിയ നാട്ടുശീലികൾ, പഴംപാട്ടുകൾ, എണ്ണമറ്റ കഥകൾ. ഇതിനൊക്കെ പുറമെ നനവിൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിതത്തിൻ്റെ കറുപ്പും വെളുപ്പും കളങ്ങളിൽ നിലയുറപ്പിക്കാൻ വിധിക്കപ്പെട്ട കാലാളുകളുടെ നിയോഗമോർത്തുള്ള ആശങ്കയും അസ്വസ്ഥതയും. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ചേർന്നിട്ടാണ് എഴുത്തിന് ഉത്പ്രേരണ നൽകുന്ന ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത്. ജി ബാലകൃഷ്ണ പിള്ളയുടെയും ND സരോജിനി പിള്ളയുടെയും മകളായി ആലപ്പുഴ ജില്ലയിലെ പയ്യന്നല്ലൂർ ഗ്രാമത്തിൽ ജനനം. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ പാലായിൽ ഭർത്താവും മകളുമൊത്ത് താമസിക്കുന്നു. പള്ളിക്കൽ UPS, പയ്യന്നല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, ശാസ്താംകോട്ട DB കോളേജ്, കാര്യവട്ടം ക്യാമ്പസ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം. നനവ് എന്ന കവിതാ സമാഹാരത്തിന് 2009 ഡോക്ടർ അയ്യപ്പ പണിക്കർ പുരസ്കാരം, 2015 ചെറുകഥയ്ക്കുള്ള യുവദീപം സാഹിത്യ അവാർഡ്, 2016 സമന്വയം കാവ്യപ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. കവിത ജനിക്കുന്ന ധന്യ നിമിഷങ്ങളിലെ അനുഭവം വ്യക്തമാക്കാമോ? സൃഷ്ടിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് പരമമായ ഒരു അനുഭൂതിയാണ്. ഈ പെയ്യാൻ വിതുമ്പുന്ന മേഘം മഴത്തുള്ളികളെ വർഷിക്കുമ്പോഴുണ്ടാകുന്ന ബഹിർഗമനത്തിൻ്റെതായ ഒരു റിലാക്സേഷൻ, ഊർജപ്രസരണത്തിൻ്റെതായ ഒരു സാന്ത്വനം, ഒരു വിശ്രാന്തി. അതിനപ്പുറം വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ്. സാന്ദ്രമൗനത്തിന്റെ ആവിഷ്കാരമാണ് കവിത. അത് മൗനത്തിലേക്ക് തന്നെ ചെന്നു ചേരുന്നു.
ഒടുവിൽ പുറന്തോട് പൊളിച്ച് കവിത ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. വരൾച്ചയുടെ തിക്താനുഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്ന ഗ്രാമ്യ മനസ്സുകൾക്ക് സാന്ത്വനത്തിന്റെ കൈത്തിരിയായി ജയശ്രീ പള്ളിക്കൽ എന്ന കവയിത്രിയുടെ നനവ് എന്ന കവിത. അടിവേരുകളാകുലം തേടുന്നത് ഇളം പൈതലിൻ നിളനാവ് പരതുന്നത് പെരിയദാഹം പുറാതുഴി തന്നൂഷര ഹൃദയം കൊതിപ്പത് അടിവേരുകളാകുലം തേടുന്നത് ഇളം പൈതലിൻ നിളനാവ് പരതുന്നത് പെരിയദാഹം പോരാതൊഴി തന്നൂഷര ഹൃദയം കൊതിപ്പത് എന്നിൽ നീ അനുമാത്ര തിരയുന്നത് എനിക്കായൊരിക്കലും നീ ചുരത്താത്തത് നമ്മിൽ നിന്നെപ്പോഴോ ചോർന്നന്യമാകയാൽ പങ്കുവയ്ക്കാനിനി ബാക്കിയില്ലാത്തത് ദുരമൂത്തുപായും പ്രയാണത്തിലറിയാതെ അറിയാതെയെന്ന ഭാവത്തിൽ തുലച്ചത് ദുരിതവിധിയോട് പടവെട്ടുമനുജത്തിതൻ മിഴിമുനയിൽ നിന്നുമെന്നേക്കും മറഞ്ഞത്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഫെമിനിസത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് പ്രസിദ്ധ നൈജീരിയൻ നോവലിസ്റ്റ് ചിമാമാൻഡ ഗോസി അദീജി, ആ എഴുത്തുകാരിയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അദീജി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നത് ഭാവിയിൽ വരുന്ന പങ്കാളിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടാൻ വേണ്ടി വാർത്തെടുക്കുന്ന ഒരു തരത്തിലാണ്. എന്നാൽ ആൺകുട്ടികളെ നമ്മൾ ഭാവി പങ്കാളിയുടെ താല്പര്യത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ വേണ്ടി പരിശീലിപ്പിക്കുന്നുമില്ല. ഈ വൈരുദ്ധ്യം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയേക്കാവുന്ന സ്വാഭാവികമായ സംഘടനകളെ രമ്യമായി പരിഹരിക്കുകയും കാലക്രമത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫെമിനിസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതായത് ലിംഗപരിഗണനകൾക്കപ്പുറത്ത് എല്ലാ തരത്തിലുമുള്ള തുല്യത സമസ്ത ജനവിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്തുന്ന ഒരു മുന്നേറ്റം. അതാണ് ഫെമിനിസം എൻ്റെ കാഴ്ചപ്പാട്. ഇവർക്ക് ജീവിതം എന്നാൽ വിത്തും വളവും വിളയും കയറുമാണ്. അവർക്ക് ജീവിതം എന്നാൽ പൊരിച്ച ഇറച്ചിയും വീഞ്ഞും ആഡംബര കാറും ശീതീകരിച്ച മുറികളുമാണ്. എനിക്ക് ജീവിതം എന്നാൽ ഇവർക്കിടയിലെ ദൂരം നിസീമമാമിതം വർദ്ധിക്കുന്നതിലെ അവസാനിക്കാത്ത ആശങ്കയാണ്. എന്താണ് ഇവിടെ കവയിത്രി അസ്വസ്ഥമാക്കുന്നത്? അതായത് മനുഷ്യനെ പല തട്ടുകളായി തിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഏറ്റവും ഭീഷണമായിട്ടുള്ളതാണ് ഈ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത്. ഒരു വിഭാഗത്തിൻ്റെ ജീവിത സമവാക്യം ഈ പറഞ്ഞതുപോലെ വിത്ത്, വളം, വിള, കയർ എന്നിങ്ങനെ ചുരുങ്ങിപ്പോവുകയും മറുവിഭാഗത്തിൻ്റേത് അന്തമറ്റ അത്യാധുനിക ആഡംബരങ്ങളായി അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരവസ്ഥ, അത് തീർച്ചയായും കവിയെ സംബന്ധിച്ച് അസ്വാസ്ഥ്യമാവാതെ തരമില്ലല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. CBSE, ICSE സ്കൂളുകളിൽ അധ്യാപികയായും പ്രിൻസിപ്പലായും ദീർഘകാല സേവനം. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ക്രിയേറ്റീവ് ഡയറക്ടറായും മീഡിയ സെൽ ചെയർപേഴ്സണായും HRPCയുടെ നാഷണൽ ട്രെയിനറായും പ്രവർത്തിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രാമഭാരതി റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ ഡയറക്ടറായും അതിന്റെ മുഖപത്രമായ കർഷക ഭാരതിയുടെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. എഴുത്തിന്റെ വഴിയിൽ ആരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ പ്രത്യക്ഷമായ സ്വാധീനം അങ്ങനെ ആരുടെയെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇഷ്ടപ്പെട്ട കുറേ എഴുത്തുകാരുണ്ട്. പുരാതന കവിത്രയം, ആധുനിക കവിത്രയം, അതൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, കടമ്മനിട്ട, അങ്ങനെ സൂതകുമാരി, കമലാദാസ്, അങ്ങനെ വന്നിട്ട് പുതുതലമുറയിലെ EP രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കവികളെ വായിക്കാറുണ്ട്. പിന്നെ അന്യഭാഷാ കവികളായിട്ടുള്ള നിരവധി പേര് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നിരവധി പേര്, ടാഗോറിനെ പോലെയുള്ള. പിന്നെ ഗദ്യത്തിലാണെങ്കിൽ അതിലേറെ കാരൂര്, MD,
ടി പത്മനാഭൻ, പിന്നെ അഷിത, ആനന്ദ്, കെ ആർ മീര, അങ്ങനെ പുതുതലമുറ വരെയുള്ള ആൾക്കാരെ നമ്മൾ വായിക്കാറുണ്ട്. സ്ത്രീയൊരു പുണ്യം, പൊയ്മുഖങ്ങൾ തുടങ്ങി നിരവധി ദൂരദർശൻ പരമ്പരകൾക്കും ടെലിഫിലിമുകൾക്കും തിരക്കഥയും, നിമിത്തം, ഇനി അഭിരാമി പറയട്ടെ, മിഠായി.com, പത്മശ്രീ ഡോക്ടർ ശൂരനാട് കുഞ്ഞൻപിള്ള തുടങ്ങിയ ടെലിഫിലിമുകൾക്കും പരമ്പരകൾക്കും ഡോക്യുമെന്ററികൾക്കും ഗാനരചനയും നിർവഹിച്ചു. ചെറുകഥയ്ക്കുള്ള യുവദീപം സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുണ്ടല്ലോ, എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഇന്ന് തന്നെ ഏറ്റവും അധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ ഈ ഗതാഗത സംസ്കാരത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്. അലക്ഷ്യമായി പൊതുനിരത്ത് ഉപയോഗിക്കുന്നതിലൂടെ നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവനും സ്വപ്നങ്ങൾക്കും ഒരു വിലയുമില്ല എന്നുള്ള ഒരു നിലപാട് ഇന്ന് നമ്മുടെ നിരത്തുകളിൽ സജീവമാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധയോ അഹന്തയോ കൊണ്ട് നാം തല്ലിക്കൊഴിക്കുന്ന ജീവൻ വിലപ്പെട്ടതും വീണ്ടെടുക്കാനാവാത്തതുമാണ് എന്ന സന്ദേശം നൽകുന്ന ഒരു കഥയാണത്. ദേവൊരു മീനാക്ഷി എന്ന പേരിലായിരുന്നു കഥ എഴുതിയത്. പിന്നീടത് നിലവിൽ നിഗൂഢ തീരങ്ങളിൽ നിന്ന് മത്സരത്തിന് അയക്കാൻ വേണ്ടി അങ്ങനെ മാറ്റി പേര്. ഈ വൈകിയ വേളയിൽ ഇരുവഴികളിൽ പിരിയുവാൻ കാത്തു നിൽക്കുന്നവർ നമ്മൾ. സുഹൃത്തെ, ഹൃദയരക്തത്തിൻ്റെ അരുണിമയൊന്നാകെ മോന്തി നിൽക്കുന്നൊരു പശ്ചിമ ചക്രവാളത്തിനനന്തതയോടു നാം അർത്ഥിക്കാം. ഏതാണു ശരിയായ പാതയെന്നൊന്നായി ഇരമ്പിത്തിമർക്കും വികാരങ്ങളെല്ലാം അടക്കി പ്രശാന്തി പുലർത്തുന്ന വെൺതിരമാലകൾ തന്നോടു ചോദിക്കാം.